വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമുള്ള ഒരു കറിയാണിത്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കുമ്പളങ്ങ നമ്മൾ എടുക്കുമ്പോൾ അധികം മൂക്കാത്ത ഇളവൻ കുമ്പളങ്ങ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുമ്പളങ്ങ എടുക്കുക. അങ്ങനത്തെ കുമ്പളങ്ങ ആയിരിക്കും നമ്മുടെ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉണക്കപ്പയറാണ്. ഞാൻ ഈ കുമ്പളങ്ങയുടെ പകുതി ഉണക്കപ്പയർ എടുത്തിട്ടുണ്ട്. ഈ ഉണക്കപ്പയർ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് കുതിർത്തിട്ട് കുക്കറിൽ ഇട്ട് നമ്മൾ വേവിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളക്. അത് നമ്മുടെ കറിയുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഈ കറിയിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വേപ്പിൻ്റെ ഇല, പിന്നെ തേങ്ങാപ്പാല്. ഞാനിവിടെ ഒരു തേങ്ങ പിഴിഞ്ഞിട്ട് പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നല്ല തിക്കായിട്ടുള്ള 1/4 പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഈ കറി നമ്മളെങ്ങനെ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും തന്നെ നമ്മൾ ഈ കുമ്പളങ്ങയിലേക്ക് നമ്മൾ പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ട് കുമ്പളങ്ങ നമ്മളൊന്ന് പകുതി വേവിക്കും. കുമ്പളങ്ങ ഒന്ന് പകുതി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം ഉണക്കപ്പയർ ചേർക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് വേവിക്കും. ഇത് രണ്ടും കൂടി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും വേപ്പിൻ്റെ ഇലയും ചേർക്കും. എന്നിട്ട് കറി പതുക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർക്കും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ കറിയാകാന്ന്. ഇനി നമുക്ക് ഓലൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഈ മൺചട്ടിയിലേക്ക് നമുക്ക് കുമ്പളങ്ങ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുമ്പളങ്ങ വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. കുമ്പളങ്ങ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കുമ്പളങ്ങയും ഉണക്കപ്പയറും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. നമുക്ക് തീ ഓണാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഏട്ടായി തന്നെ നമുക്ക് കുമ്പളങ്ങ നമുക്കൊന്ന് പകുതി വേവിക്കാം. നമുക്ക് തീ ഓണാക്കാം. നമുക്ക് മൂടി വയ്ക്കാം. പകുതി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉണക്കപ്പയർ ചേർക്കണം. അപ്പോൾ നമുക്കത് മൂടി വയ്ക്കാം. നമ്മുടെ കുമ്പളങ്ങ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം ഉണക്കപ്പയർ ചേർക്കാം. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഈ കുമ്പളങ്ങയും ഉണക്കപ്പയറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് വെന്തിട്ട് ഇതിനകത്ത് ഉള്ള ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അല്ലെങ്കിൽ കുമ്പളങ്ങയും ഉണക്കപ്പയറും നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. നമുക്കത് മൂടി വയ്ക്കാം. അപ്പോൾ ഈ കുമ്പളങ്ങയും പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളമുണ്ട്. നമുക്ക് തുറന്ന് വെച്ചിട്ട് വറ്റിക്കാം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് ഇനി തുറന്ന് വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വേപ്പിൻ്റെ ഇല ചേർക്കുമ്പോൾ വേപ്പിൻ്റെ ഇല നമ്മളിങ്ങനെ തണ്ടേപ്പാടി ചേർക്കണം. ഇങ്ങനെയാണ് വേപ്പിൻ്റെ ഇല ചേർക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ആ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ റെഡിമെയ്ഡ് കിട്ടുന്ന തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി നമ്മൾ അധികം തിളപ്പിക്കുന്നില്ല. ഇത്രയ്ക്ക് ഗ്രേവി മതി. ഇതിനകത്ത് കൂടുതൽ ചാറ് വേണ്ട, അധികം തിക്കും വേണ്ട. ഈ കറി പതുക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ചില സ്ഥലങ്ങളിൽ ഓലനിലേക്ക് കഷ്ണങ്ങളായിട്ട് കുമ്പളങ്ങയും മത്തങ്ങയും അച്ചിങ്ങപ്പയറും പിന്നെ ഉണക്കപ്പയറും കൂടി ചേർത്തിട്ടും ഓലൻ ഉണ്ടാക്കും.